ചരിത്രങ്ങൾ കണ്ട നാടാണ് മലപ്പുറം. ഏറനാടും വള്ളുവനാടും പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കൊണ്ടോട്ടി തങ്ങളും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമായി അടയാളപ്പെടുത്തിയിരുന്ന മലപ്പുറത്ത് നിന്നാണ് തത്സമയം കുരുക്ഷേത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇന്ത്യയുടെ തന്നെ നിലനിൽപ്പിന്റെ വിധി നിശ്ചയിക്കുന്ന പടയോട്ടത്തിന്റെ ശംഖുലി മുഴങ്ങുമ്പോൾ ഈ ഇന്ത്യ മഹാഭാരത യുദ്ധത്തിൽ ആര് വിജയിക്കും എന്ന ചോദ്യം ഉയരുമ്പോൾ മലപ്പുറത്തിന്റെ ചോദ്യം ഇതാണ്. മലപ്പുറമായി തീരുന്നതിന് മുൻപ് ഒരു മഞ്ചേരി കഥയുണ്ടായിരുന്നു. ആ മഞ്ചേരി കഥയിൽ ഇടതുമുന്നണി വിജയിച്ചു കയറിയ ചരിത്രമുണ്ട്. ആ ചരിത്രം ആവർത്തിക്കുമോ? ഇ.ടി. മുഹമ്മദ് ബഷീർ എന്ന മലപ്പുറത്തിന്റെ പടക്കുതിരെ പരാജയപ്പെടുത്താൻ യുവരക്തത്തിന് സാധിക്കുമോ? BJP വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്നതാണ് ചോദ്യം. നമ്മൾ ആരംഭിക്കുന്നു കുരുക്ഷേത്രം തത്സമയം മലപ്പുറത്തു നിന്നും കൊണ്ടോട്ടിയിൽ നിന്നും. വെൽക്കം ഓൾ. ഇന്നത്തെ ചർച്ചയിൽ നമുക്കൊപ്പം അതിഥികളായി ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും CPM പ്രതിനിധിയുമായ K. ശ്യാംപ്രസാദ്, ഒപ്പം മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയും MSFന്റെ സംസ്ഥാന ഭാരവാഹിയുമായ PK നവാസ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് N. ശ്രീപ്രകാശ് എന്നിവർ, ഒപ്പം LDFന്റെയും UDFന്റെയും BJPയുടെയും പ്രതിനിധികളും ഈ തത്സമയ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യ ചോദ്യം ശ്യാംപ്രസാദിനോടാണ്. ശ്യാംപ്രസാദ്, മലപ്പുറമാണ് 7 നിയമസഭാ മണ്ഡലങ്ങളും UDFിനോടൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. ഇ.ടി. മുഹമ്മദ് ബഷീർ സ്വന്തം തട്ടകത്തിൽ മത്സരിക്കുന്നു എന്നൊരു ആഡഡ് അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഇന്ന് രാവിലെ ഇ.ടി. മുഹമ്മദ് ബഷീറിനെ ഞാൻ കാണുമ്പോൾ ഇ.ടി. മുഹമ്മദ് ബഷീർ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ വോട്ടർമാർക്കൊപ്പം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ കിട്ടിയ സന്തോഷമെന്നാണ് പറയുന്നത്. ആ കോൺഫിഡൻസ് ആണ് ഇ.ടി. മുഹമ്മദ് ബഷീറിനുള്ളത്. വസീഫിന് ഇ.ടി. മുഹമ്മദ് ബഷീറുമായി മുട്ടുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടോ അതോ കോൺഫിഡൻസ് കുറവുണ്ടോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ അർത്ഥത്തിൽ ഇത് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ആ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകളാണ് ശരി, ആരുയർത്തിപ്പിടിക്കുന്ന നിലപാടുകളാണ് ശരി, കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളിൽ അത് ജനങ്ങൾ വലിയ തോതിൽ വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ആ വിലയിരുത്തൽ പ്രകാരം ഈ രാജ്യത്തെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വിഭാഗം അത് ഇടതുപക്ഷമാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതെ, ലീഗിന് കുഴപ്പം. ഇവിടെ ഓരോ കാര്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇ.ടി. മുഹമ്മദ് ബഷീർ ആണെങ്കിലും സമദാനിയാണെങ്കിലും UDFന്റെ MP മാരാണെങ്കിലും അവർ എന്താണ് പാർലമെന്റിൽ അവരുടെ സമീപനം? എന്താണ് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു ഇ.ടി. മുഹമ്മദ് ബഷീർ പാർലമെന്റിൽ? മോർ ദാൻ 90. അറ്റൻഡൻസ് കൊണ്ട് മാത്രം എന്താണ് കാര്യം? പാർലമെന്റിൽ പോയിരിക്കുന്നത് അറ്റൻഡൻസ് വാങ്ങി പരീക്ഷ എഴുതി പോരാൻ വേണ്ടിയിട്ടല്ലല്ലോ. പാർലമെന്റിൽ പോകുന്നത് ചോദ്യങ്ങൾ ഉന്നയിക്കാനാണ്, ഡിബേറ്റുകളിൽ പങ്കെടുക്കാനാണ്, പ്രൈവറ്റ് ബില്ലുകൾ അവതരിപ്പിക്കാനാണ്. ശ്രീ അരുൺ പറയൂ, സമദാനി എത്ര പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചു? ഇവിടെ ലീഗിന്റെ പിന്നെ പ്രതിനിധി ഉണ്ടല്ലോ, സമദാനി എത്ര പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചോ? ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയാണ്. ഒരു MP-യുടെ അവകാശമാണ് പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കുക എന്നത്. ഒരു പ്രൈവറ്റ് ബില്ല് പോലും അവതരിപ്പിക്കാത്ത ഒരു MP അത് സമദാനിയാണ്. എങ്ങനെയാണ് ഒരു MP എന്ന തങ്ങളുടെ അവകാശം വിനിയോഗിക്കുന്നില്ല? അറ്റൻഡൻസ് ഉണ്ടാക്കിയതുകൊണ്ട് എന്താ കാര്യം? അതിന്റെ ഓണറേറിയം വാങ്ങിയിട്ട് എന്താണ് കാര്യം? ശമ്പളം വാങ്ങിയിട്ട് എന്താണ് കാര്യം? ഈ നാട്ടിലെ ജനങ്ങൾ ഈ പറയപ്പെടുന്ന ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തയച്ചത് തങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാനും വേണ്ടിയാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം സമദാനിയുടെ പ്രസംഗം ലോകം കേട്ടില്ലേ? കേട്ടു. ആരുടെ പ്രസംഗമാണ്? രാഹുൽ ഗാന്ധിയുടെ. നിങ്ങൾ അറ്റൻഡൻസിനെ വെച്ചാണല്ലോ തുടങ്ങിയത്. രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് എത്രയാ? 50%. ഒരു ഡിഗ്രി മോദിക്കെതിരെ സംസാരിച്ചതിന് പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം. രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് 50%. ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതണമെങ്കിൽ 75% അറ്റൻഡൻസ് വേണം. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ആ സഭയ്ക്കകത്തിരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. രാഹുൽ ഗാന്ധി ഇപ്പോഴും പാർലമെന്റിന് പുറത്താണ്, ജനങ്ങളുടെ ഇടയിലാണ്. പാർലമെന്റിനുള്ളിൽ ഇരിക്കുക മാത്രമല്ലല്ലോ. അങ്ങ് തന്നെ പറഞ്ഞതനുസരിച്ച് പാർലമെന്റിൽ ഇരുന്ന് അറ്റൻഡൻസ് വാങ്ങി ഓണറേറിയം വാങ്ങലല്ല ജോലിയെങ്കിൽ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തി. ഭാരത് ജോഡോ ന്യായ യാത്രയുടെ 2ാം ഘട്ടം ഇപ്പോഴും യാത്ര തുടരുകയാണ്. അതിന് പാർലമെന്റ് MP എന്ന പദവി ആവശ്യമില്ല. പാർലമെന്റ് MP എന്നാൽ പാർലമെന്റിൽ പോവുകയും അതോടൊപ്പം തന്നെ അവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കാനും ഡിബേറ്റുകളിൽ പങ്കെടുക്കാനും
അവിടെ പ്രൈവറ്റ് ബില്ലുകൾ അവതരിപ്പിക്കാനും സജീവമായ ചർച്ചകളിൽ ഈ രാജ്യത്തെ ബാധിക്കുന്ന, ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾക്കകത്ത് സജീവമായി ഇടപെടാൻ കഴിയണം. എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ്? 50% അറ്റൻഡൻസ്. പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പെർഫോമൻസ് രാഹുൽ ഗാന്ധിയുടേതായിരുന്നില്ലേ? മോദിക്കെതിരെ നടത്തിയ പ്രസ്താവനകളിലൂടെ എത്രയെത്ര ഘട്ടങ്ങളിലാണ് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ കൊടുങ്കാറ്റായി മാറിയത്? ഞാൻ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് നിങ്ങൾ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് ആണെന്ന് പറയാം. ആകെ ചോദിച്ച ചോദ്യം 5 കൊല്ലത്തിനിടയിൽ 99 ചോദ്യം, 100 ചോദ്യം പോലും ചോദിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതേ കാലയളവിൽ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2.5-3 വർഷക്കാലമായിട്ടേ ഉള്ളൂ ജോൺ ബ്രിട്ടാസ്, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്, അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം എത്രയാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം എന്നത് കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങളെക്കാൾ വലിയ തോതിൽ ഏകദേശം 306 ചോദ്യങ്ങൾ ചോദിക്കുകയും 489 ഡിബേറ്റുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ ജോൺ ബ്രിട്ടാസിന് രാജ്യസഭയിൽ ഈ ഒരു പണിയല്ലേ ഉള്ളൂ സാർ? ജോൺ ബ്രിട്ടാസിന് രാജ്യസഭയിൽ ഈ ഒരു പണി മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ഒരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കുന്ന ഒരു യാത്രയിലാണ്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോവുകയാണ്. ആ മനുഷ്യന് മണിപ്പൂരിൽ പോകണം. നമ്മുടെ ജോൺ ബ്രിട്ടാസ് മണിപ്പൂരിൽ പോയിട്ട് കാര്യമില്ലല്ലോ. ജോൺ ബ്രിട്ടാസ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോയിട്ട് കാര്യമില്ലല്ലോ. അവിടെ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ്. അവിടെ രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയാണ്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയില്ലല്ലോ. ജോൺ ബ്രിട്ടാസിനെ നിങ്ങൾ തെരുവിൽ കണ്ടില്ല. നോക്കൂ, ജോൺ ബ്രിട്ടാസ് ഈ രാജ്യത്ത് സഭയ്ക്കകത്ത് അദ്ദേഹം പ്രതിനിധി എന്ന നിലയ്ക്ക് സജീവമായ ഇടപെടൽ തർക്കമില്ല. പക്ഷേ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും ജോൺ ബ്രിട്ടാസിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും എങ്ങനെ തുലനം ചെയ്യാൻ സാധിക്കും? ജോൺ ബ്രിട്ടാസ് ഒരു ഇന്റലക്ച്വൽ എന്ന രീതിയിൽ രാജ്യസഭയിൽ പെർഫോമൻസ് നടത്തുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു പുതിയ രാഷ്ട്രീയത്തെ നെയ്തെടുക്കുകയാണ് ഇന്ത്യയിൽ. ശരി, നിങ്ങൾ പറഞ്ഞത് വാദത്തിന് അംഗീകരിക്കുകയാണെങ്കിൽ ഇവിടെ ഈ മലപ്പുറം മണ്ഡലത്തിന്റെ പ്രതിനിധിയുമായി നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. 99 ചോദ്യങ്ങളാണ് ആകെ ചോദിച്ചത്. ഞാൻ ഈ പറഞ്ഞ ജോൺ ബ്രിട്ടാസ് MP ചോദിച്ചത് എത്രയാ? 489 ചോദ്യങ്ങളാ. അതിനെ നിങ്ങൾ എങ്ങനെ തുലനം ചെയ്യും? പൊന്നാനിയിലെ വികസന പ്രവർത്തനം നടത്താൻ, മലപ്പുറത്തെ വികസന പ്രവർത്തനം നടത്താൻ ഒക്കെ അദ്ദേഹം മുൻപന്തിയിൽ ഉണ്ടായിരുന്നില്ലേ? എവിടെ ഏത് വികസന പ്രവർത്തനത്തെ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. MP-യുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ തൊട്ടുമുമ്പുണ്ടായിരുന്ന MP-യുടെ വികസനത്തിൽ നിന്നൊരു മാറ്റമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്റെ ചോദ്യം ഇതാണ്. മലപ്പുറത്തിന്റെ വികസനം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉറപ്പാക്കാൻ സാധിക്കാത്തൊരു MP-യെ പൊന്നാനിയിലേക്ക് പറഞ്ഞു വിടുകയും പൊന്നാനിയുടെ 5 വർഷത്തെ വികസനം ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു MP-യെ മലപ്പുറത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്തതുകൊണ്ട് എന്തു മാറ്റമാണ് ഉണ്ടാവുന്നത് എന്നതാണ് ചോദ്യം. നവാസ്, ആദ്യമായി ഒരു നിരാശയോട് കൂടിയാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ പോലത്തെ ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യ മനസ്സുകൾക്ക് ഏക പ്രതീക്ഷയുള്ള ഒരു വ്യക്തിയെ തള്ളിക്കൊണ്ടാണ് CPM-ന്റെ പ്രതിനിധി ചർച്ച ആരംഭിക്കുന്നത്. ഇനി ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സീതാറാം യെച്ചൂരിയെ പ്രതീക്ഷിക്കണോ? പിണറായി വിജയനെ പ്രതീക്ഷിക്കണോ? ഇന്ത്യയിൽ ആകെ പ്രതീക്ഷിക്കാൻ ബാക്കിയുള്ളത് രാഹുൽ ഗാന്ധിയാണ്. ആ മനുഷ്യനെ നിരന്തരമായി വേട്ടയാടുമ്പോഴും ഈ തെരുവുകളിൽ അയാൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മുന്നണി സംവിധാനം ഉണ്ടാക്കി ഒരു ഭാഗത്ത് ഇന്ത്യ മുന്നണിക്ക് തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങൾ കൂടെയുള്ളവർ പോലും ചെയ്യുമ്പോഴും അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുകയാണ്. ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. ആ ശ്രമം നടത്തുമ്പോഴും ആരാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ട് എന്ന മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അത് ഇന്ത്യ മുന്നണി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടാനുള്ള പണിയിലാണ്. അതിനിടയിൽ ആ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ജയിക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് രാഹുൽ ഗാന്ധിയെ തള്ളി പറയുന്നത് എന്നത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുന്നു. 2 പെർഫോമൻസ് റിപ്പോർട്ടിൻ്റെ കാര്യമൊക്കെ എൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു. ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, ET മുഹമ്മദ് ബഷീറിൻ്റെ പെർഫോമൻസ് ആണോ? ഓരോരുത്തരുടെ പെർഫോമൻസ് നമുക്ക് പരിശോധിക്കാം. ഇവിടെ അബ്ദുസമദ് സമദാനിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് സമദാനി എത്ര വർഷം ഈ പാർലമെന്റിൽ ഉണ്ടായി, ഈ പറഞ്ഞ ET മുഹമ്മദ് ബഷീർ സാഹിബ് എത്ര സമയം ഉണ്ടായി, മറ്റ് MP-മാർ എത്ര സമയം ഉണ്ടായി? നമുക്കറിയാം ഇടക്കാല തെരഞ്ഞെടുപ്പിലാണ് സമദാനി വരുന്നത്. അതിൻ്റെ ഒരു ആവറേജിന് വ്യത്യാസം ഉണ്ടാവും. എങ്കിൽ ഞാൻ പറയുന്നു, ഇവിടെ ആരിഫുണ്ട്, കേരളത്തിൽ നിന്നുള്ള ഏക MP-യാണ് CPM-ന്റെ MP. എത്രയാ ശതമാനം? അഭിമാനത്തോടു കൂടി പറയട്ടെ, ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ET മുഹമ്മദ് ബഷീറിനേക്കാൾ 6% അറ്റൻഡൻസ് കുറവാണ് ഇദ്ദേഹത്തിന്. മാത്രമല്ല ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണമാണോ നിങ്ങൾ പരിശോധിക്ക്, നിങ്ങൾ ഡിബേറ്റുകളുടെ എണ്ണമാണോ? 113 ഡിബേറ്റിലാണ് ആകെ ഇദ്ദേഹം പങ്കെടുത്തത്. നിങ്ങൾ പ്രൈവറ്റ് ബില്ലിന്റെ കാര്യം പറഞ്ഞു. എത്ര പ്രൈവറ്റ് ബില്ല് ആരിഫ് അവതരിപ്പിച്ചത്? ഒരൊറ്റ പ്രൈവറ്റ് ബില്ല. പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചതിന്റെ മാനദണ്ഡത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ അഭിമാനത്തോടു കൂടി പറയുന്നു, മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ 5 പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് ET മുഹമ്മദ് ബഷീർ. അതുകൊണ്ട് പെർഫോമൻസ് ബേസിലാണോ നമ്മൾ തയ്യാറാണ്? ഇനി അതല്ല അടുത്ത ഘട്ടത്തിലേക്ക് പോകണോ? ഞാൻ പറയുന്നത് ഇനി
പ്രിയപ്പെട്ട അബ്ദുസമദ് സമദാനിയുടേതാണെങ്കിൽ ആ ഘട്ടത്തിലേക്ക് വന്നാലും അദ്ദേഹത്തിന് പക്ഷേ ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ കുറവുണ്ട്. 5 വർഷം പൂർത്തിയാക്കാൻ അദ്ദേഹം സാധ്യമായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം 2021 തിരഞ്ഞെടുപ്പ്. സംശയമില്ല, അബ്ദുസമദ് സമദാനിയെ പോലെ ET മുഹമ്മദ് ബഷീറിനെ പോലെ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന കാലത്ത് ന്യൂനപക്ഷത്തിന്റെ കരുത്തുറ്റ കാവൽ സമൂഹങ്ങളായി പാർലമെന്റിൽ ഗർജിക്കേണ്ടവരാണ് അവർ. ഈ 99 ചോദ്യം ചോദിച്ചാൽ മതിയോ? ഒരൊറ്റ പ്രൈവറ്റ് ബില്ല് മാത്രം അവതരിപ്പിച്ചാൽ മതിയോ? അല്ലല്ലോ, 5 പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കപ്പെട്ടല്ലോ. ET ഞാൻ പറയട്ടെ, CPM 2 പ്രതിനിധികൾ വേറെ ഉണ്ടല്ലോ ഇന്ത്യയുടെ പാർലമെന്റിൽ. എന്താ 2 പ്രതിനിധികൾ? ഒന്ന് ബഡ്ജറ്റിന്റെ ഞാൻ പറയാം രാജ്യസഭ വിട്ട് പാർലമെന്റിൽ ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് CPM പ്രതിനിധി 2 പേരുണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് 2 പേരുണ്ടല്ലോ. എത്ര പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചത് പരിശോധിച്ച് പറയട്ടെ. 0 2 പേരും 0. നവാസ് ഗനിയുടെ കണക്കും വ്യത്യസ്തമല്ല. രാമനാഥപുരത്ത് നവാസ് ഗനി എത്ര കണക്ക്? നവാസ് ഗനി 2 ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്കുക. എത്ര വർഷമായി? ഞാൻ പറയുന്നത് CPM പ്രതിനിധിയായി സംസാരിക്കുന്നയാൾ പ്രൈവറ്റ് ബില്ലാണ് മാനദണ്ഡം വെക്കുന്നതെങ്കിൽ ഞങ്ങൾ മത്സരിപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ 3 പേരും ഭേദമാണ്. CPM 3 പേരും യോഗ്യരാണ്. CPM 2 പേർ അയോഗ്യരാണ്, 0 എങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കണക്ക് പ്രകാരം അയോഗ്യരാണ് എന്ന് മാനദണ്ഡം കഴിയും. അപ്പൊ ശരി, പാർലമെന്റിലെ പ്രകടനത്തിനും അപ്പുറം നാട്ടിൽ എവിടെ കാണാനുണ്ടായിരുന്നു MP എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. വളരെ പ്രസക്തമായ ചോദ്യം. ഞങ്ങൾ ഡിബേറ്റിന് തയ്യാറാണ്. ഓരോ മേഖല എടുത്ത് പരിശോധിക്കാം. ഓരോ മേഖലയും ഫണ്ട് ചെലവഴിക്കുന്നതാണോ നിങ്ങൾ പരിശോധിക്കുക. തൊട്ടപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ട് ഉണ്ട്. എയർപോർട്ടുമായി ബന്ധപ്പെട്ട് MP-യുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ഫണ്ട് വെക്കുക മാത്രമല്ല, നേരിട്ട് നടത്തിയ സമരങ്ങളുടെ എണ്ണം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. കൊണ്ടോട്ടിയിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് തൊട്ടപ്പുറത്ത്. ഈ മലപ്പുറം പാർലമെന്റിനകത്ത് 4 റെയിൽവേ സ്റ്റേഷനുകളാണ് കാര്യമായിട്ടുള്ളത്. 4 റെയിൽവേ സ്റ്റേഷന്റെയും പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രവർത്തനങ്ങൾ അല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് നിങ്ങൾ റിപ്പോർട്ട് ചാനൽ ആളുകൾ പോയാൽ അവിടെ വർക്ക് നടന്നു, റോഡിന്റെ വർക്ക് നടക്കുന്നു, മേൽക്കൂരയുടെ വർക്ക് നടക്കുന്നു. മാത്രമല്ല ട്രെയിനുകൾ നിലവിലുണ്ടായിരുന്ന രാജധാനി ട്രെയിനിന് അഡീഷണൽ ആയി ബോഗികളുടെ എണ്ണം കൂട്ടുന്നു. എല്ലാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി പ്രതിപക്ഷത്തിരിക്കുന്ന MP എന്ന രീതിയിൽ പരിധിയും പരിമിതിയും ഉണ്ടാവും. അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ അത് ആരിഫിനും വ്യത്യസ്തമല്ല. അദ്ദേഹത്തിന്റെ പെർഫോമൻസിലൊക്കെ കുറവുണ്ടാവും. പക്ഷേ ഞങ്ങൾ അവൈലബിൾ ആയ സാഹചര്യത്തിനകത്ത് നിന്ന് അമൃത് ഭാരത് പദ്ധതിയിലൂടെ ആ പറയുന്ന റെയിൽവേ സ്റ്റേഷനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. മറ്റൊന്ന് തൊട്ടപ്പുറത്തുള്ളത് വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനാണ്. വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നിങ്ങൾ ചെന്നാൽ അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പ്ലാറ്റ്ഫോമിന്റെ ഉയർത്തൽ പ്രവർത്തനം കഴിഞ്ഞ മാസമാണ് പൂർത്തീകരിച്ചത്. അങ്ങനെ അവിടെ വരുന്ന ട്രെയിനുകളുടെ എണ്ണം പുതുതായി 4 ട്രെയിനുകൾ ഇദ്ദേഹത്തിന്റെ കാലയളവിൽ ശരി. അപ്പൊ 2 കാര്യങ്ങളിലും, ഒന്ന് പാർലമെന്റിനുള്ളിലും പാർലമെന്റിന്റെ പുറത്തും എബോവ് ആവറേജ് പെർഫോമൻസ് ലീഗിലെ MP-മാർ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നതാണ് നവാസിന്റെ വാദം. ശരി ശ്രീപ്രകാശ്, ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകുന്നത് ഇവർ കേരളത്തിന് പുറത്ത് ഒരു മുന്നണിയായി മത്സരിക്കുമ്പോഴും കേരളത്തിനകത്ത് ഇവർ പരസ്പരം പോരാടുന്നത് ജനാധിപത്യത്തിന്റെ ഒരു സ്പേസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു കാരണവശാലും നരേന്ദ്രമോദിക്ക് മറ്റൊരു ഊഴം കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയിൽപ്പെട്ടവരാണ് ഇവരെങ്കിലും ഇത്തവണ BJP മലപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം മാത്രമല്ല, ഇരട്ടയാക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് എത്താൻ സാധ്യതയുള്ള BJP MP-മാരുടെ എണ്ണം ഇരട്ടയാക്കുമെന്ന് ഉദ്ദേശിച്ചത് 0 എന്നാണോ 0-1 എന്നാണോ? ഒരിക്കലും ഇവർ പരസ്പരം മത്സരിക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ 2 പേരുടെ ഉണ്ടാവും. CPM-ന്റെ പ്രതിനിധി എന്താണ് ഇങ്ങനെ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. CPM-ന്റെ പ്രതിനിധിയും ലീഗിൻ്റെ പ്രതിനിധിയും, അതായത് UDF-ഉം LDF-ഉം കാണുന്നത് INDA മുന്നണിയാണ്, ഒരു മുന്നണി. അവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? രാഹുൽ ഗാന്ധി. അദ്ദേഹം ചീത്ത പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ ഗാന്ധി ആയിരുന്നു കഴിഞ്ഞ ഈ INDA മുന്നണി ഉണ്ടാക്കുന്നവരെ അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ആ മുന്നണി ഉണ്ടാക്കിയപ്പോൾ പിന്നെ നിതീഷ് കുമാറിനാകണമെന്ന് പറഞ്ഞു. പിന്നെ പലവരെ പേരുകളും വന്നു. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കേണ്ട ആളുകളാണ് ഇവർ. ഇവരുടെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ വികസനം ഈ രാജ്യത്ത് ഇല്ലാതാക്കുക എന്നതാണ്. 2 മുന്നണി ലക്ഷ്യം. കേരളത്തിലേക്ക് പറയുകയാണെങ്കിൽ കേരളത്തിൽ BJP-യെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. എത്ര സീറ്റ് ജയിക്കുമെന്നതിനെക്കുറിച്ച് എനിക്ക് പറയാൻ വയ്യെങ്കിലും കേരളത്തിൽ എന്തായാലും BJP-ക്ക് പ്രാവശ്യം MP-മാർ ഉണ്ടാകുമെന്ന ചർച്ച വ്യാപകമായിട്ട് ചാനലുകളും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നിങ്ങളുടെ ചാനൽ തന്നെ ഓരോ മണ്ഡലത്തിലും സർവേ നടത്തി. സർവേ നടത്തിയപ്പോൾ 2019-ലെ BJP-യുടെ പെർഫോമൻസും 2024-ലെ BJP-യിലെ പെർഫോമൻസും നോക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന BJP-യുടെ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കേരളത്തിലും വലിയ രീതിയിലുള്ള ജനസമ്മതി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും ഞാൻ പറയുന്നത് 10 കൊല്ലക്കാലം ഭരിച്ച ഒരു സർക്കാർ, 10 കൊല്ലക്കാലം ഭരിച്ച ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിക്ക് നാട്ടിലെ ജനങ്ങളിൽ നിന്നും കാര്യമായിട്ടുള്ള സപ്പോർട്ട്, അതായത് BJP-ക്ക് വലിയ ശക്തിയില്ലാത്ത കേരളത്തിൽ പോലും ഇപ്രാവശ്യം വലിയ പ്രതീക്ഷ എല്ലാ സർവേകളിലും പറയുന്നുണ്ട്.
അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും, സംശയമില്ല. പല മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കും. ബി ജെ പി കേരളത്തിൽ ഇപ്രാവശ്യം അക്കൗണ്ട് തുറക്കും. വലിയ രീതിയിൽ ബി ജെ പിക്ക് വോട്ട് ഷെയർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ പക്ഷേ തർക്കമില്ല. എന്തിന് കേരളം ഞാൻ പറയാം. ബി ജെ പിക്ക് വോട്ട് ചെയ്യണം? മലപ്പുറം എന്തുകൊണ്ട് ബി ജെ പി? അതാണ് പറയാം. പൗരത്വ നിയമത്തിന്റെ ചട്ടങ്ങൾ വരാൻ പോകുന്നു അടുത്തയാഴ്ച. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടം പുറത്തിറക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. മലപ്പുറത്തെ ജനങ്ങൾ എന്ത് സുരക്ഷിത ബോധത്തിലാണ് താമര ചിഹ്നത്തിൽ ഒപ്പിടുന്നത്? മലപ്പുറത്ത് ഇത് കുറെ കാലമായി പറയുന്നതാണ്. ആ. ബി ജെ പി അധികാരത്തിൽ വന്നാൽ മലപ്പുറത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ രീതിയിൽ പീഡനം ഉണ്ടാകും എന്ന് കുറെ കാലമായി പറയുന്നതാണ്. ആ. ഇത് രാഷ്ട്രീയമാണ്. ആ. ഇത് എൽ ഡി എഫിനും യു ഡി എഫിനും ന്യൂനപക്ഷങ്ങളുടെ വലിയ വോട്ട് ബാങ്ക് സംഭരിക്കാനുള്ള അവരുടെ വോട്ട് കിട്ടാനുള്ള തന്ത്രമായിട്ട് ആ. ഒരുപാട് കാലമായിട്ട് പറയുന്നതാണ്. പക്ഷെ മണിപ്പൂരിൽ കണ്ടതല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. മണിപ്പൂരിൽ കണ്ടതല്ലേ സാർ? ഞാനൊരു കാര്യം പറയട്ടെ. ആ. മണിപ്പൂരിൽ എന്താണ് നടന്നതെന്നത് നിങ്ങൾക്കറിയാം. ആ. ഡോക്ടർ അരുൺകുമാർ അറിയാം. ആ. അവിടെ നടന്നിട്ടുള്ളത് രണ്ട് വിഭാഗം ആളുകൾ തമ്മിലുള്ള അവിടുത്തെ ലോക്കലായിട്ടുള്ള രണ്ട് വിഭാഗം ആളുകൾ, അതായത് പട്ടണത്തിൽ താമസിക്കുന്നവരും അതുപോലെ തന്നെ മലയിൽ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള അക്രമമാണ് അവിടെ നടന്നത്. അല്ലാതെ അവിടെ ജാതീയമായിട്ടോ മതപരമായിട്ടുള്ള അക്രമമല്ല അവിടെ നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഇവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനെ എതിർക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് CPM-ഉം കോൺഗ്രസും ഒക്കെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യമാണ്. അവിടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയില്ലെന്ന് മാത്രവുമല്ല, ഇപ്പോഴും കുക്കി മേദി അവിടെ പലതവണ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പലതവണ അവിടെ സന്ദർശിച്ചു. അവിടുത്തെ കാര്യങ്ങൾ തൃശ്ശൂരിൽ വരാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സമയമുണ്ട്, മണിപ്പൂരിൽ പോകാൻ സമയമില്ല. എന്തുകൊണ്ട്? പ്രധാനമന്ത്രി എവിടെ പോകണമെന്ന് നമ്മൾ നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റിൽ ഇരിക്കുന്ന ഇന്ത്യയുടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന BJPയുടെ ഉന്നതനായിട്ടുള്ള നേതാവ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നിൽക്കുന്ന വളരെ ജനപ്രീതിയുള്ള ജനങ്ങളെ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നറിയുന്ന ചുരുക്കി പറയൂ. കേരളത്തിലെ മലപ്പുറത്തെ ജനങ്ങൾ BJPക്ക് നരേന്ദ്രമോദിക്ക് വോട്ട് രേഖപ്പെടുത്തേണ്ട രണ്ടു കാര്യങ്ങൾ പറയൂ. ഒരു കാര്യം മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു. ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ അനാവശ്യമായി അകാരണമായി തലാഖ് ചൊല്ലുന്ന ബില്ല് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത പ്രതികളെ മാലയിട്ട് സ്വീകരിച്ചതാരാ? നരേന്ദ്രമോദി. ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത പ്രതികളെ മാലയിട്ട് സ്വീകരിച്ചതാരാ? ഒരു കാര്യം പറയാൻ എന്നെ തീർച്ചയായും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ല, അങ്ങ് മുത്തലാഖ് വിഷയത്തിൽ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണമാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിൽ ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയുടെ എന്നോട് ചോദിച്ച ചോദ്യം ഈ പാർലമെന്റിലെ സ്ത്രീ ആളുകൾ എന്തിനാണ് BJPക്ക് വോട്ട് ചെയ്യുന്നതെന്നാ ചോദിച്ചത്. അതിന് ഉത്തരം പറയാൻ അനുവദിക്കൂ. ബിൽക്കിസ് ബാനു നമുക്ക് ചർച്ച ചെയ്യാം. അതൊരു പറയോ. അതായത് മുത്തലാഖ് ബില്ല് അവതരിപ്പിച്ചു. മുത്തലാഖ് ബില്ല് അവതരിപ്പിച്ച് രാജ്യത്ത് അനാവശ്യമായി അകാരണമായി തലാഖ് ചൊല്ലുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്തു. ശരി, സമ്മതിച്ചു. മുത്തലാഖ് ബില്ലിൽ നിങ്ങൾ എടുത്ത താല്പര്യത്തെ പല ആളുകളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്: ക്രിസ്ത്യൻ വിവാഹ നിയമത്തിലോ ഹിന്ദു വിവാഹ നിയമത്തിലോ വിവാഹമോചിതമാകുന്ന ഒരു ഘട്ടത്തിൽ ഭർത്താക്കന്മാരെ ശിക്ഷിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഉണ്ടോ? ഹിന്ദു വിഭാഗ നിയമത്തിലും ക്രിസ്ത്യൻ വിഭാഗ നിയമത്തിലും എങ്ങനെയാണ് ഡൈവേഴ്സ് എന്നറിയോ? കോടതിയിൽ പോയി കോടതി രണ്ട് വിഭാഗം ആളുകളെയും കേട്ട് അതിനുശേഷം കോടതി തീരുമാനപ്രകാരമാണ് ഡൈവേഴ്സ്. അങ്ങനെ കോടതി നിയമപ്രകാരം ഡൈവേഴ്സ് ചെയ്യുന്നത് ശിക്ഷാർഹമല്ല. അങ്ങനെയാണെങ്കിൽ മുത്തലാഖ് പ്രകാരം കോടതി വഴി മാത്രമേ നിങ്ങൾക്ക് വിവാഹമോചനം ഏർപ്പെടുത്താൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല, നിയമം വരുന്നുണ്ട്. ശിക്ഷിക്കാൻ പോകുന്നത് 2024 400 സീറ്റുകൾ കൂടി ഈ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായാൽ ഈ രാജ്യത്ത് കോമൺ സിവിൽ കോഡ് കൊണ്ടുവരും. കോമൺ സിവിൽ കോഡ് കൊണ്ടുവന്നാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു നിയമം കൊണ്ടുവരാനുള്ള പ്രക്രിയ ഉത്തരാഖണ്ഡിൽ കൊണ്ടുവന്നു, ഗോവയിലുണ്ട്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സർക്കാരായി നരേന്ദ്രമോദി സർക്കാർ മാറും. അബ് കി ബാർ 400 എന്നുള്ള നരേന്ദ്രമോദിയുടെ സ്വപ്നം പൂവണിയും എന്നുള്ളത്. നവാസ് മറുപടി പറയാം, ഒപ്പം നിങ്ങൾക്കും മറുപടി പറയാനുള്ള സമയം. എന്റെ ഒരു ചോദ്യം, എന്റെ ഡയറക്റ്റ് ഒരു ചോദ്യമാണ്. നിലവിൽ BJPക്ക് സീറ്റുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതിലാണ് വർദ്ധിക്കുന്നവർ പറയുന്നത്? 400ലേക്ക് എത്തണമല്ലോ. ഏത് സീറ്റിൽ വർദ്ധിക്കും? ഞാൻ പറയട്ടെ, നിലവിൽ ഇന്ത്യയിലെ 250 സീറ്റുള്ള 5 സംസ്ഥാനങ്ങളുണ്ട്. 5 സംസ്ഥാനങ്ങളിലും 4 സംസ്ഥാനങ്ങളിൽ ഏറ്റവും പീക്കിലാണ് BJP ഉള്ളത്. നിങ്ങളുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ആളുകൾ പോലും തെറ്റിപ്പിടഞ്ഞ് ഇന്ന് ഇന്ത്യ മുന്നണി നിൽക്കുകയാണ്. പിന്നെ എവിടുന്ന് നിങ്ങൾക്ക് 400 കിട്ടുന്ന ഇവരെ പറയുന്നത്? ഇവർ ചെയ്യുന്ന എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. ഞങ്ങൾ 400ലേക്ക് പിടിക്കുമെന്ന് പറയാൻ കയ്യിലുള്ള മാധ്യമങ്ങളെ വെച്ച് ഇവർ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം വെച്ച് ഇന്ത്യ മുന്നണിയുടെ അവസാനത്തെ 1-2
രണ്ടാമത്തെ ലാപ്പ് ചർച്ച കൂടി പൂർത്തീകരിച്ചാൽ, പോസിറ്റീവായി പൂർത്തീകരിച്ചാൽ തീർച്ചയായും ഈ BJP അധികാരത്തിൽ താഴേക്ക് വരും, ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ കണക്കുകൾ സഹിതം പരിശോധിക്കുമ്പോൾ ആരാൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് കണക്കാണ് നിങ്ങൾ പറ? ഒരു സംസ്ഥാനത്തിന് പേര് പറയാമോ? സീറ്റുള്ള മുസ്ലിം ഒരു ലീഗാണ് സംസ്ഥാനത്തിന് പേര് പറയാമോ? രാജ്യത്ത് ഇന്ത്യ അല്ല, മൂന്ന്. തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ പറയാം. സീറ്റില്ല. ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന് ഈ രാജ്യത്ത് കിണഞ്ഞു പിടിച്ചാൽ മൂന്നാമത്തെ സീറ്റ് കിട്ടിയില്ല. കേരളത്തിൽ മൂന്നാമത്തെ കിട്ടില്ല, വിഷളായി നിൽക്കുകയാണ് ഇവര്. അതെ, അതെ. ഇവര് മാത്രമല്ല, കോൺഗ്രസ് മാത്രമല്ല, വോട്ട് ആ കാര്യം കൂടി തമാശ ചെയ്യോ, ചോദിച്ചു മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ നമുക്കറിയില്ല. അല്ലല്ല, കണ്ണൂർ സീറ്റ് മോഹിച്ച് കണ്ണൂർ സീറ്റ് മോഹിച്ച് ലീഗിന് കണ്ണൂർ സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആ സീറ്റിൽ താൻ മത്സരിക്കുമെന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് ഒടുവിൽ സ്ഥാനാർത്ഥികൾ രണ്ടുപേരെ ലീഗ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് പറയുന്നു ഞാൻ ആ സീറ്റിൽ മത്സരിക്കുന്നില്ല എന്ന്. നോക്കൂ തമാശ, അതടക്കമുണ്ട് എന്ന് പറഞ്ഞ മുന്നണിക്കുള്ളിൽ പോലും വിശ്വസിക്കുന്നില്ല BJPയുടെ വേദനയോ BJP പ്രതിനിധിയുടെ സഹതാപോ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിനെ നിരാകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മറ്റൊന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലീഗിന്റെ മൂന്നാം സീറ്റിനെ കുറിച്ചാണ്. ഞങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് തരാമെന്ന് പറഞ്ഞു. പാർലമെന്റിൽ ഞങ്ങൾക്ക് മൂന്നാം തൃപ്തരാണ്. ഞാൻ പറയാം, ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ പൂർണ്ണ തൃപ്തിയോടെ ഈ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ഇറങ്ങുന്നത്. കാരണം ഞങ്ങൾക്ക് ഒരു MP ഉള്ള കാലത്ത് ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അവർ രാജ്യം ഭരിക്കുമ്പോൾ മാത്രമല്ല, രാജ്യത്തിന് നിന്ന് കേരളത്തിനകത്ത് നിന്ന് ശശി തരൂരും AK ആന്റണിയും അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ BJPയിലേക്ക് പോയിട്ടുള്ള തോമസ് മാഷും ഉൾപ്പെടെ മന്ത്രിയാകുമ്പോൾ വീണ്ടും മുഹമ്മദ് സാഹിബിനെ ക്യാബിനറ്റ് പദവി തന്ന് ബഹുമാനിച്ച പാർട്ടിയാ കോൺഗ്രസ്. ഒരു MP സ്ഥാനം തന്നില്ലെന്ന് ഞാൻ പറയട്ടെ ഒരു MP സീറ്റ് കിട്ടിയില്ലെന്ന് കരുതി കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ മറന്നുകൊണ്ട് കോൺഗ്രസിനെതിരെ പോരാട്ടം നടക്കുന്ന ഞങ്ങളൊരു അജണ്ടയിലാണ് നിൽക്കുന്നത്. ആ അജണ്ട BJPയെ താഴെ ഇറക്കുക എന്നതാണ്. ആ അജണ്ടയിൽ ഞങ്ങൾക്കാവുന്ന കാര്യം ഞങ്ങൾക്ക് കഴിയുന്ന കാര്യം, നിങ്ങളുടെ ഭാഷ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയുന്ന കാര്യം 3 സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നു. ആ 3 സീറ്റ് ഞങ്ങൾ ജയിക്കും. 3 സീറ്റ് അത്ര ചെറുതൊന്നല്ല, 2 സീറ്റിൽ നിന്നാണ് നിങ്ങൾ ആരംഭിച്ചത്. ഓർമ്മ ഉണ്ടായാൽ മതി. ഇന്ന് അതിലേക്ക് എത്തിയ കഥ എന്ന് പരിശോധിക്കാം. എന്തായാലും ശരി, ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുമ്പോൾ ആ സാഹചര്യത്തിലൂടെ BJP അധികാരത്തിൽ താഴേക്ക് പോകുന്നു. സംശയമില്ല. എങ്ങനെയാണ് ഇവിടെ മലപ്പുറത്തെ സാധ്യത? അത് നമ്മുടെ ടൈറ്റ് മത്സരമാണ്. വസീഫ് ജയിക്കാനും സാധ്യതയുണ്ട്. എന്താണ് അടിയൊഴുക്ക്? അടിയൊഴുക്ക് തന്നെ 2004 ആവർത്തിക്കുന്നുള്ളതാണ്. 2004 ആവർത്തിക്കും. മഞ്ചേരിയിൽ നിന്ന് ഹംസ പോയതുപോലെ അതുപോലെ വസീഫ് പോവോ? വസീഫ് 2004 ആവർത്തിക്കണമെങ്കിൽ 2004 മണ്ഡലല്ല, ഇന്നത്തെ മലപ്പുറം മണ്ഡലം വ്യാമോഹാണ്. CPM-ന് ഇവിടുന്ന് ജയിക്കുന്നുള്ള മോഹം വ്യാമോഹാണ്. ഇത് പച്ച കോട്ട ലീഗിന്റെ കോട്ടയാണ്. അല്ലാതെ CPM ആ വേവിച്ച് വെച്ചത് ആണ് എടുത്തു വെക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇവർക്ക് വിഷയദാർഢ്യാണ്. ഇവർക്ക് എന്താ പറയാനുള്ളത്? പൊന്നാനി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ത് ഒരു വിഷയം അവതരിപ്പിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോ അല്ലാതെ വേറെ എന്താ വിളിക്ക് പറയാനുള്ളത്? 2 MP-മാരെ പറഞ്ഞ് ഈ 2 MP-മാരെ കാണാനില്ല. 2 MG എല്ലാം ഇവിടുന്ന് തെരഞ്ഞെടുത്ത് പോയിട്ട് ആ 2 MP-മാരെ ഇവിടെ കണ്ടിട്ടില്ല. ആര് പറഞ്ഞ് 2 MP-മാരെ കാണില്ലെന്ന്? ഇന്ന് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ പറഞ്ഞത് എന്താണ്? എനിക്ക് എന്റെ സഭയിൽ 3 IUML-ന്റെ 3 MP-മാരെ എന്നെ എതിർത്തിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. പച്ചക്ക് പറഞ്ഞത്. എന്ത് പണിയെടുത്ത്? ഒരു പണിയെടുത്തിട്ടില്ല. ഒരു ചെറിയ സംശയം. ഈ അടുത്ത് ഇന്ത്യൻ പാർലമെന്റിൽ കുറെ MP-മാരെ സസ്പെൻഡ് ചെയ്തു. ആ സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരാള് ആരിഫ് ഇവിടെ കേരള സദസ്സ് നടത്തി അടിക്കാൻ MP എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ പാർലമെന്റിലുള്ള MP-മാരെ കുറെ ആൾക്കാർ സസ്പെൻഡ് ചെയ്യുമ്പോൾ പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കിയപ്പം ആ അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദിയും കേന്ദ്ര ഭരണകൂട്ടങ്ങളും പോയപ്പം അതിനെ മതേതരത്വം ബാധിച്ചവരാണ് ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ഗവൺമെന്റിന്റെ വികസനവും സംസ്ഥാന ഗവൺമെന്റിനെ എല്ലാ തരത്തിലും ഇവിടെ പരീക്ഷിക്കപ്പെടും. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടണം ഈ തെരഞ്ഞെടുപ്പിൽ. മറ്റൊരു കാര്യം, ആ പെൻഷൻ ഉണ്ടാവണം. ഈ പെൻഷൻ കുടിശ്ശികയാണ്, തർക്കമില്ല. 18 മാസം കുടിശ്ശികയായിരുന്ന പെൻഷനാണ് 7 മാസം 1600 രൂപ. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനം കേരള ആ സർക്കാരാണ്. ഒരൊറ്റ കാര്യം ഇത് പറ്റുമ്പോൾ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ആദ്യം തന്നെ വളരെയധികം പ്രയാസത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചത്. ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയപ്പെട്ട CPM-ന്റെ പ്രതിനിധി സംസാരിച്ചെന്ന് പറഞ്ഞത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മതേതരം തകർക്കുന്ന RSS-നെതിരെ പോരാടുന്ന ഒരു മുന്നണിയാണ്.
ആ മുന്നണിയുടെ മുന്നിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ ഒന്ന് മത്സരിക്കും. മരുന്നിന് പോലും BJP ഇല്ലാത്ത വയനാട്ടിൽ വന്ന് മത്സരിക്കാം. അതൊരു പ്രധാന ചോദ്യമാണ്, ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. നിങ്ങൾ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് ലോജിക്ക് എന്താണ് എന്നുള്ളതാണ് ഇടതുപക്ഷം ചോദിക്കുന്നത്. എവിടെയെങ്കിലും ഞാൻ എന്തിനു പോലും എവിടെയെങ്കിലും പാർലമെന്റിലെത്തണ്ടേ? കഴിഞ്ഞ തവണ ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലത്തെ ജനാധിപത്യ പോരാട്ടം നടത്തുന്ന ആളുകളെ പരാജയപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും മത്സരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി തീരുമാനിച്ചു. നിർഭാഗ്യവശാൽ ഉത്തരേന്ത്യയിൽ പരാജയപ്പെട്ടു. വയനാട്ടിലാണ് ജയിച്ചത്. ഞങ്ങൾ ഒരിക്കൽ കൂടി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ പറയട്ടെ, ഞങ്ങൾ തീരുമാനിക്കും. എന്താണ് CPM-ന്റെ പ്രശ്നം? CPM-ന്റെ പ്രതിസന്ധി എന്താണ്? ഞങ്ങൾ പറയട്ടെ, ഞാൻ പറയുന്നത് ഡി രാജയുടെ കൈപിടിച്ചാണ് 3-ാം തീയതി നിങ്ങൾ ബീഹാറിൽ റാലി നടത്താൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ മത്സരങ്ങൾ നടക്കുന്ന ആരെ കാണിക്കാനാണ്? ഞാൻ പറയുന്നത് വയനാട്ടിൽ നിലവിലെ MP ആണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കുന്നതിൽ എന്താണ് എതിർപ്പ്? BJP നേരിടാൻ BJP ഉള്ളിടത്ത് തന്നെ പറഞ്ഞു. ഇന്ത്യയുടെ പുലിയും സിംഹമുള്ള പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ്. വയനാട്ടിലേക്കല്ല, പുലിയും സിംഹമുള്ള പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ്. അവിടേക്കാ പോകുന്നത്. അത് നേരിട്ടത് കൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത്. പുലിയും സിംഹമുള്ള ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് വയനാട് തെരഞ്ഞെടുപ്പ്. വയനാട് പക്ഷം പുറത്തേക്കല്ല, വയനാട് ഇന്ത്യയിൽപ്പെട്ടതാണ്. ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് മുത്തലാഖിനെ കുറിച്ച് വോട്ടിനിട്ട സമയത്ത് ലീഗിന്റെ MP-മാർ എവിടെയായിരുന്നു? നിങ്ങളെ MP-മാരായി ഇവിടെ നിന്നും വിജയിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നപ്പോ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യാതെ മാറി നിന്നില്ല ഇവിടുത്തെ ലീഗിന്റെ MP-മാര്. ഇതല്ല നിങ്ങളുടെ സമീപനം. നിങ്ങൾ എവിടെയാണ് BJP എതിർക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യം. BJP എതിർക്കുന്നത് എവിടെയാണ്? മുതൽ ഞാൻ കേൾക്കുന്ന ചോദ്യമാണ്. വ്യക്തമായ മറുപടി. ഒന്ന് ഈ ചോദ്യം ഇന്ത്യയിൽ നിലവിൽ പാർലമെന്റിൽ ഉണ്ടാകുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ബില്ല് മുൻകൂട്ടി അവതരിപ്പിക്കുമെന്ന് അറിയിച്ചാണ് സാധാരണ ചെയ്യാറുള്ളത്. മോഡി അധികാരത്തിൽ വന്ന ശേഷം, BJP അധികാരത്തിൽ വന്ന ശേഷം അൺഎക്സ്പെക്ടഡ് ആയി ബില്ലുകൾ കൊണ്ടുവരുന്നു എന്ന് യാഥാർത്ഥ്യമാണ്. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയട്ടെ, ഇന്ത്യയുടെ പാർലമെന്റ് ഷെഡ്യൂൾ ചെയ്താണോ ബില്ലുകൾ കൊണ്ടുവരുന്നത്? ഇന്ത്യയുടെ പാർലമെന്റ് ഷെഡ്യൂൾ ചെയ്താണോ ബില്ലുകൾ കൊണ്ടുവരുന്നത്? അല്ലല്ലോ. അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പോ ഇവരുദ്ദേശിക്കുന്നത് ന്യൂനപക്ഷ വിഷയങ്ങളിൽ ലീഗ് എവിടെയാണ്? ന്യൂനപക്ഷ പറയാൻ അനുവദിക്കൂ. ന്യൂനപക്ഷ വിഷയങ്ങൾ ലീഗ് എവിടെയാണ് എന്നതാണല്ലോ CPM-ന്റെ ചോദ്യത്തിൽ. അത് ഞാൻ പറയാം. ആ ചോദ്യത്തിന്റെ കാതൽ അതാണല്ലോ. മുത്തലാഖായാലും ശരി, BJP-യുടെ സാന്നിധ്യമായാലും ശരി, ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ ആദ്യമാണല്ലോ ഇവർ പറയുന്നത്. ഞാൻ പറയാം, ഇന്ത്യയുടെ പാർലമെന്റ് മുത്തലാഖോ അല്ലെങ്കിൽ ഒരു വിഷയം മാത്രമല്ലോ, ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ മറ്റു കുറെ നിയമങ്ങളുണ്ടല്ലോ. ഈ നിയമങ്ങളിലൊക്കെ CPM എന്ത് സ്റ്റാൻഡ് എടുത്തത്? ഞങ്ങൾ ചോദിക്കട്ടെ. സാമ്പത്തിക സംവരണം നടപ്പിലാക്കി രാജ്യത്ത്. സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയപ്പോ നേരത്തെ സുഹൃത്ത് പറഞ്ഞല്ലോ, 3 MP-മാരുടെ പേര് നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വന്ന് പരസ്യമായി പറഞ്ഞു വന്ന്. ഏത് ഘട്ടത്തിലാ സാമ്പത്തിക സംവരണത്തെ എതിർത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്? പക്ഷേ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കപ്പെട്ട ശേഷം ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനം അത് ആദ്യം നടപ്പിലാക്കിയെങ്കിൽ അത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ്. RSS ആദ്യം നടപ്പിലാക്കിയത്. അവിടെ മാത്രമല്ല, UAP അമെന്റ്മെന്റ് ചെയ്തു. UAP-യുടെ അമെന്റ്മെന്റ് ഇൻഡിവിജ്വൽ ആയ ഒരു വ്യക്തിയുടെ പേരിലേക്കും UAP-യെ ചേർക്കാം എന്ന് പറഞ്ഞു. ആ നിയമം പാസ്സാക്കിയ ശേഷം അറസ്റ്റ് നടന്നത് എവിടെയാണ്? കോഴിക്കോട്. ഷുഹൈബും. എന്താ ഇവർക്ക് എന്താ പറയാനുള്ളത്? കേരളത്തിൽ BJP ഭരിക്കുന്ന ഗുജറാത്തിലല്ല, UP-യിലല്ല, പിണറായി ഭരിക്കുന്ന കേരളത്തിൽ. അവിടെ മാത്രം തീർന്നില്ല. നോക്കൂ, ഈ രാജ്യത്തിന്റെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ നിർത്തലാക്കി രാജ്യത്തിന്റെ ഗവൺമെന്റ്. ആ സമയത്ത് കേരള ഗവൺമെന്റ് മറ്റേ സ്കോളർഷിപ്പ് തുടങ്ങി. ഇടാവിളക്ക് എന്നാണ്. അതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ല. എന്താ ഇന്ന് സംഭവിച്ചത്? RSS-ന്റെ അജണ്ട മറ്റൊരു കുപ്പിയിലാക്കി ഇവിടെ നടപ്പിലാക്കി. അവിടെ മാത്രമല്ല, മണിപ്പൂർ ഉണ്ടായല്ലോ കേരളത്തിൽ. ഇന്ത്യയിൽ മണിപ്പൂർ ഉണ്ടായി. മണിപ്പൂരിനെ കുറിച്ച് നേരത്തെ ചർച്ച ചെയ്തു. നമ്മൾ എന്താ പറഞ്ഞത്? മണിപ്പൂരിലെ അവിടെ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളെ ഭൂരിപക്ഷത്തിന്റെ ചിന്തയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മണിപ്പൂരിനെ ശ്രമിച്ചു. അതാണല്ലോ BJP-ക്കെതിരെ ആക്ഷേപം. ഞാൻ ചോദിക്കട്ടെ, CPM-കാർ ഇവിടെ ഉണ്ടല്ലോ, 80:20 സ്കോളർഷിപ്പ് വിവാദം കേരളത്തിൽ ഉണ്ടായി. ആകുന്ന അത്രയും ഞങ്ങൾ പറഞ്ഞു. ഇതിൽ ഗവൺമെന്റ് മറുപടി പറയണം. ഗവൺമെന്റ് മറുപടി പറയേണ്ട വിഷയമാണ്. ഈ നിയമസഭ
നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അതിന് മറുപടി പറയാതെ മിണ്ടാതിരിക്കുകയും ഈ കേരളത്തിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പരസ്പരം ചാനൽ റൂമുകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിക്കുകയും ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറയട്ടെ. ആ ചോദ്യത്തിന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കട്ടെ. രണ്ട് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാം. രണ്ട് കാര്യങ്ങൾ കൂടി. ശ്യാമിന് അസ്വസ്ഥത ഉണ്ടാവും. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഞാൻ പറയാം. രണ്ട് കാര്യങ്ങൾ പറയാം. ആഭ്യന്തരമന്ത്രി ചിദംബരമാവുമ്പോഴാണ് ടാറ്റയും ഫോർഡും നിയമം അടക്കം 25,000 മുസ്ലിങ്ങളെ ചെറുപ്പക്കാരെ വിദ്യാഭ്യാസ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരെ ജയിലിലടച്ചത് ഇന്ത്യയുടെ കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോഴാണ്. ഞാൻ ഈ പറഞ്ഞതിലേക്ക് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കട്ടെ. ഉത്തരം പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം. നിങ്ങൾ മുസ്ലിങ്ങളെ പ്രൊട്ടക്ഷനെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPയുടെ മുദ്രാവാക്യം നമ്മൾ കേട്ടു. അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം. ഈ തൊട്ടപ്പുറത്ത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ഭരിക്കുമെന്ന് പറഞ്ഞത് ആരാ? ഈ പറഞ്ഞ CPM നേതാവായിരുന്നില്ലേ? BJPയുടെ സ്വരം മറ്റേ സിനിമയിൽ രണ്ടുപേരും കൂടി സൈക്കിളിൽ പോകുമ്പോൾ പറഞ്ഞ പോലെ ഒരേ സ്വരമായി മാറിയെന്ന് നമ്മൾ കേട്ടതാണ്. അവിടെ തീരുന്നില്ല. അവിടെ തെലങ്കാനയിൽ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവിടുത്തെ സംവരണം 4% മുസ്ലിം സംവരണം ഞങ്ങൾ എടുത്തു കളയുമെന്ന് പറഞ്ഞത് BJP-യാണ്. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം പാസ്സാക്കിയിട്ടുള്ള ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് 4% കൊടുക്കുമ്പോൾ അത് മുസ്ലിങ്ങളെ അക്കൗണ്ടിൽ എടുത്തു കൊടുത്തത് CPM. രണ്ട് പാർട്ടിയാ. പക്ഷെ നയം രണ്ടും ഒന്നാണ്. വ്യത്യാസമില്ല. ഒരു വ്യത്യാസമില്ല. പറയണം. വോട്ടിടുമ്പോൾ നിങ്ങളുടെ MP-മാർ എവിടെയായിരുന്നു? ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ MP-മാർ എവിടെയായിരുന്നു? ഒരു MP പാർലമെന്റിൽ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഒരാൾ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. MP-മാരല്ല, ഞങ്ങളുടെ ബാക്കി MP-മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതിനെ ഞങ്ങൾ പൂർണ്ണമായി ഞാൻ പറയാം. എവിടെയാണ് പോയതെന്നാ ചോദിക്കുന്നത്. അന്നത്തെ പാർലമെന്റ് മെമ്പറായിട്ട് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്ന് തന്നെ മറുപടി പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇങ്ങോട്ട് വന്നിരുന്നു. അത് അംഗീകരിക്കപ്പെടുന്നതാണ്. തർക്കമുള്ള കാര്യമല്ല. തർക്കമുള്ള കാര്യമല്ല. ഇവർക്ക് മെയിൻ ആയിട്ട് ബീഫ് ബിരിയാണി, അതിന്റെ മേലെ ഒന്നുമില്ല. ഈ ഇന്ത്യ രാജ്യത്ത് ബാധിക്കുന്ന പ്രശ്നങ്ങളോ പിന്നെ പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ചർച്ചകളിലോ ഇവർക്ക് പങ്കെടുക്കാൻ ചർച്ചയിൽ പങ്കെടുത്തു. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഞാൻ ഈ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. ഈ അബ്ദുസമദ് സമദാനി MP ആയതിന്റെ ശേഷം ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ പറയട്ടെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോന്ന്. ഏതെങ്കിലും ഒരു MP ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ വികസനം നടത്തിയിട്ട് ഒരു പലകമ്മല് MP അബ്ദുസമദ് സമദാനിന്റെ ഒരു പേര് എഴുതി വെച്ച ഒരു വികസനം കൊണ്ടുവന്നത് പറയാൻ ഇവർക്ക് കഴിയോ? എയർപോർട്ടിലേക്ക് പോയാൽ മതി. നിങ്ങൾ അബ്ദുസമദ് സമദാനിയുടെ പേരെഴുതി ഒരു ഫലകം കാണിച്ചു തരാൻ പറ്റുമെന്നാണ് ഇടതുപക്ഷത്തെ പ്രവർത്തകർ ചോദിക്കുന്നത്. ആദ്യമായിട്ട് സുഹൃത്തിനോട് പറയാനുള്ളത്, MP ഫണ്ട് നരേന്ദ്രമോദി സർക്കാർ നിർത്തലാക്കിയ വിവരം താങ്കൾ അറിയോ? പിന്നെ വെട്ടിക്കുറച്ചു. അതോടൊപ്പം അബ്ദുസമദ് സമദാനിയുടെ MP ഫണ്ട് ഉപയോഗിച്ച് ഈ മലപ്പുറം നിരവധിയുണ്ട്. ഒന്നല്ല, നിരവധിയുണ്ട്. അതോടൊപ്പം എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങള് ഇവിടെ ജനവിധി എഴുതുമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ പിണറായി വിജയന് ഒരു കേരള യാത്ര നടത്തി, സർക്കാർ സ്പോൺസേഡ് പരിപാടി. എന്തായിരുന്നു പരിപാടി? ഇവിടുത്തെ പൗരപ്രമുഖർ ആരാടി? പൗരപ്രമുഖര് ഇവിടെ പാവപ്പെട്ട സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാന് 5 പൈസ വരെ ഫണ്ടിലില്ല. അതുപോലെ തന്നെ സപ്ലൈകോയില് ഒരു സാധനമല്ല. അവിടെയാണ് പൗരപ്രമുഖരായിട്ട് ഇവിടുത്തെ ബിനാമി ബിസിനസ്സുകാർ വിളിച്ചു വരുത്തിക്കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്തു? അതിൽ പരാതി കൊടുത്ത് സ്ട്രക്ചറിലും ആംബുലൻസിലും വരെ രോഗികളെ കൊണ്ടുവന്നു. ആ പരാതിക്ക് എന്ത് പരിഹാരം കണ്ട് ഇവര്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഒരു മിനിറ്റ് ഞാൻ വരാം. ഷാമിലേക്ക് വരാം. പറഞ്ഞോളൂ. ഈ ആള് പറഞ്ഞു MP-മാർക്കുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഇത് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷം മാസങ്ങളായി പറയുന്നത്. കേരളത്തിൽ കിട്ടുന്ന വിഹിതം ഇവിടെ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും പരാജിതനായിട്ടുള്ള ഒരു MP ആയിരുന്നു മലപ്പുറത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ പൊന്നാനിയിലേക്ക് കൊണ്ടോട്ടി ഈ മലപ്പുറം മണ്ഡലത്തിലെ ഏറ്റവും പരാജിതനായിട്ടുള്ള MP ആയിരുന്നു
ഒരു നിമിഷം ചേട്ടാ 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 മാറി 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 അല്ല ഒരു നിമിഷം അല്ലല്ല ഒരു നിമിഷം അല്ലല്ല ഈ ലൈവ് കാണുന്നുണ്ട് ആൾക്കാർ ബാബാ ശ്യാമരു കുഴപ്പമില്ല ശ്യാമരു അവർ നോക്കിക്കോളൂ. ഓക്കെ ശ്യാം രണ്ടു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു നിമിഷം സുഹൃത്തെ, നിങ്ങൾ ആവേശം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ? നോക്കൂ, രണ്ടു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതിലാദ്യത്തെ ചോദ്യം, ഇടതുമുന്നണി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൽ സാമ്പത്തിക പ്രതിസന്ധി വെല്ലുവിളിയാവൂ? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നേരത്തെ നവാസ് സൂചിപ്പിച്ചതിനോട് എനിക്ക് പ്രതികരിക്കാനുള്ളത്. ഒന്ന്, ഇപ്പോഴും മുത്തലാഖ് ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് വോട്ടിനിട്ട സമയത്ത് ലീഗിന്റെ പ്രതിനിധി അവിടെ ഇല്ലാത്തതിനെ സംബന്ധിച്ച് ഒന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ കാര്യം, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. മറ്റേ കാര്യം നേരത്തെ സർക്കുലേറ്റ് ചെയ്തില്ല, വിവരം അറിയിച്ചില്ല എന്നാണ് പറയുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എത്ര ദിവസങ്ങൾക്ക് മുമ്പ് അറിയിച്ചതാണ്? എന്തുകൊണ്ടാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ലീഗിന്റെ പ്രതിനിധിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ ലീഗ് പോയില്ല? അവിടെയാണ് നിങ്ങളുടെ മുട്ട് പറയ്ക്കുന്നത്. സംഘപരിവാരത്തെ RSSനെ പ്രതിരോധിക്കാൻ ഇവിടെ ലീഗിന്റെ പ്രതിനിധികൾക്ക് മുട്ടുപറക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? അതന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു നിലയ്ക്കും സംഘപരിവാറിനെ അലോസരപ്പെടുത്തുന്ന ഒരു നിലയിലുള്ള പ്രവർത്തനങ്ങളുമില്ല. ലീഗ് ഇവിടെ ആ നിലയിൽ പ്രതികരിക്കുന്നില്ല. സ്കോളർഷിപ്പ് നിർത്തലാക്കിയതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പ് നിർത്തലാക്കി. ആ നിർത്തലാക്കിയ സ്കോളർഷിപ്പ് അതേ തുകയിൽ കേരള സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കി. രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ ET മുഹമ്മദ് ബഷീർ ഒരക്ഷരം സഭയിൽ മിണ്ടാതിരുന്നത്? എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക്, OBC വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സ്കോളർഷിപ്പ് നിർത്തലാക്കിയപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ ET മുഹമ്മദ് ബഷീർ ഒന്നും മിണ്ടിയില്ല? മാത്രമല്ല, മുൻ ട്രേഡ് യൂണിയൻ നേതാവാണ് ET മുഹമ്മദ് ബഷീർ. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് വർഷങ്ങൾ നീണ്ട പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിൽ നിയമങ്ങൾ അട്ടിമറിക്കുന്ന സമയത്ത് ഒരു മുൻ ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായ ET മുഹമ്മദ് ബഷീർ എന്തുകൊണ്ടാണ് സഭയിൽ ഒരക്ഷരം സംഘപരിവാരത്തിനെതിരെ? ശ്യാമ എന്റെ അടുത്ത സുഹൃത്താണ്. പക്ഷേ അദ്ദേഹം ഈ കേരളത്തിലല്ലേ 5 കൊല്ലം ഉണ്ടായതെന്ന് ഞാൻ സംശയിച്ചു പോവാണ്. കാരണം ഇപ്പൊ അദ്ദേഹം പറയാം, കെടാവിളക്ക് പദ്ധതി ഉണ്ടാക്കി. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിലൊക്കെ വാർത്ത കൊടുത്തു, ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നിരുന്നതാ. അത് എന്ത് മണ്ടത്തര വിളിച്ചു പറയും? ഞാൻ ചോദിച്ചത് എന്താ, കെടാവിളക്ക് പദ്ധതിയിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പുറത്തു പോയി? ശ്യാം ഒന്ന് പറ, എന്നിട്ട് പറയാം. ഇവിടെ ഒറ്റ കാര്യം ഇതിനെ കുറിച്ച് പറയുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ ഒരു സ്കോളർഷിപ്പ്, ആ സ്കോളർഷിപ്പ് മുടങ്ങിയതിന്റെ ഭാഗമായി ഈ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ മുൻകൈയെടുത്ത് ഇവിടെ അതേ തുക ഇവിടെ കേരള ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണല്ലോ അദ്ദേഹം. MSFന്റെ പ്രതിനിധിയാണ്. ഞങ്ങൾ ഒരുമിച്ച് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയ ആളുകളാ ഒരേ കാലയളവിൽ. ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, എന്തുകൊണ്ടാണ് ഈ സ്കോളർഷിപ്പ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പേരിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഫെലോഷിപ്പ് നിർത്തലാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ET മുഹമ്മദ് ബഷീർ സാഹിബ്, എന്തുകൊണ്ടാണ് സമദാനി സാഹിബ് ഞാൻ ഒന്ന് പ്രിയ സുഹൃത്ത് സൂചിപ്പിച്ചത് ഇവിടെ മൗലാന പ്രീ മെഡിക്കൽ സ്കോളർഷിപ്പ് നിർത്തിയതിനെ കുറിച്ചാണ്. ഞാൻ പറയുന്നത്, നിർത്തിയത് ഇവിടെ കേരളത്തിൽ ആരംഭിച്ചു. ആർക്കൊക്കെ കൊടുത്തിരുന്നു? കേന്ദ്രം കൊടുത്ത ലിസ്റ്റിനെ കുറിച്ച് പറയൂ. അതിനെതിരെ എന്ത് ചെയ്തു MP? ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയാം. അത് നിർത്തിയിട്ട് മുഹമ്മദ് ബഷീർ MP എവിടെയായിരുന്നു? മുൻ വിദ്യാഭ്യാസ മന്ത്രി. ഞാൻ പറയാം, ആവേശം കൊള്ളണ്ട. എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. ET മുഹമ്മദ് ബഷീർ എന്ത് ചെയ്തുവെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഫേസ്ബുക്ക് എടുത്ത് ET മുഹമ്മദ് ബഷീറിന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിക്കാം. ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് അദ്ദേഹം സംസാരിച്ച വീഡിയോ അദ്ദേഹത്തിന്റെ FB അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയപ്പോ ഇത്ര 49ഓളം വരുന്ന മതവിഭാഗങ്ങൾക്ക് അത് ലഭ്യമായിരുന്നു, ഇവിടുത്തെ വിഭാഗങ്ങൾക്ക് ലഭ്യമായിരുന്നു. എന്നാൽ കേരള ഗവൺമെന്റ് പുനഃസ്ഥാപിച്ചു. കേരള ഗവൺമെന്റ് പ്രത്യേകമായി ഫണ്ട് അനുവദിച്ചു കൊണ്ടുവന്നു, അഭിനന്ദനാർഹമാണ്. പക്ഷെ എന്റെ ചോദ്യം, അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് പുറത്തുപോയി? കേരള ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ RSS കാണിക്കാത്ത വിവേചനം ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടും മുസ്ലിം കമ്മ്യൂണിറ്റിയോടും എന്താ CPM കാണിക്കുന്നത്? BJPക്ക് ഇല്ലാത്ത എന്ത് വിവേചനമാണ്? അല്ലെങ്കിൽ ആ സ്കോളർഷിപ്പിനകത്ത് അവർ കാണിക്കാത്ത വിവേചനം നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ എങ്ങനെ കൊണ്ടുവന്നു? അതിലൊരു ആശങ്കയുണ്ട്. ഇനി നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് ഒരു ദേശീയ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി പറഞ്ഞു അത് സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 2-ൽ 1 MP മലപ്പുറത്ത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്താ സംഭവിച്ചത് നവാസെ? അതും കൂടി പറഞ്ഞോളൂ. ഞാൻ പറയാം, ഇതൊക്കെ കേരളം ഒരുപാട് തവണ ചർച്ച ചെയ്തും വിശദീകരിച്ച കാര്യമാണ്. ഒരു നിങ്ങൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും നറേഷൻ കിട്ടാനല്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ ET മുഹമ്മദ് ബഷീറിനെ മുന്നോട്ട് വെക്കുന്നു. ഞങ്ങളുടെ ചോദ്യം, പെർഫോമൻസ് ബേസിൽ അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടോ? വിയോജിക്കാൻ സാധ്യമല്ല. രാജ്യത്തിന്റെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറയട്ടെ അയാളുടെ പെർഫോമൻസ് ഞാൻ പറയട്ടെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നേരത്തെ പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചു, ഇവിടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നന്നാക്കി. ഞാൻ ചോദിക്കട്ടെ, അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നന്നാക്കിയത് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് കൊണ്ടുവന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 100 കണക്കിന് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ പറയട്ടെ, ഈ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലെ നടപ്പാത പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. പല തവണ അതിനു വേണ്ടി MP കണ്ടതാണ്, ഞാനടക്കം പോയി കണ്ടതാണ്. ഈ മുസ്ലിം ലീഗിന്റെ MP ആണ് ഇവിടെ കാലാകാലമായിട്ടുള്ളത്. അതിന് ഫണ്ട് അനുവദിച്ച് സുരേഷ് ഗോപി MP-യുടെ ഫണ്ട് അനുഭവിച്ചാണ് അവിടുത്തെ ആ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ നവീകരണം നടക്കുന്നു. പള്ളിക്കുന്നിൽ നടക്കുന്നു. വികസനത്തിന് ഞാൻ വെല്ലുവിളിക്കാണ് സുഹൃത്തിനെ. ഏതെങ്കിലും ഒരു കടലാസ് ഈ പറയുന്ന MP സമ്മദാനി എന്ന് പറഞ്ഞ MP ഒരു കടലാസ് റെയിൽവേ മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റെടുക്കുന്നു. ഇല്ല, നിങ്ങൾ തീരുമാനിക്കുന്ന സമയം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് മറുപടി പറഞ്ഞു. ഈ വെല്ലുവിളി ഫ്ലോറിൽ മാത്രമാണ്. ഈ ഫ്ലോറിലെ വെല്ലുവിളി പിന്നെ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾക്ക് സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലേക്കും ഇതാ നമ്മുടെ തൊട്ടപ്പുറത്ത് 5 കിലോമീറ്റർ അപ്പുറത്താണ് കാലിക്കറ്റ് സർവകലാശാല. ആ കാലിക്കറ്റ് സർവകലാശാലയിൽ RSSന്റെ നോമിനിയായി ഗവർണറായി ഈ കേരളത്തിൽ ഇരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടത്തേക്ക് കെട്ടിയൊരുമിച്ചത് ആരെയാണ്? ഗവർണറെ പറ്റിയാണെങ്കിൽ ചർച്ച ചെയ്യാം. യൂത്ത് ലീഗിന്റെ പ്രതിനിധി. ആരാണ് മാർട്ടിൻ? KJ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ KJ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസ്. ഞാൻ പറയാം, നിങ്ങൾ നിർത്തി പറയാം. സ്വയം കുഴിയിൽ ചാടിയിരിക്കുകയാണ് ശ്യാമൻ. ഞാൻ പറയാം, 4 വിദ്യാർത്ഥി പ്രതിനിധികളെയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. 4 പേർ, 2 പേർ. ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് യൂണിവേഴ്സിറ്റി സെക്രട്ടറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമുക്ക് പോവാം. നോമിനേറ്റ് നോമിനേറ്റ് ചെയ്തതിൽ ഒരു യൂത്ത് ലീഗിന്റെ പ്രതിനിധി ഉണ്ടെന്നല്ലേ താങ്കളുടെ വാദം? ശരി, നവാസിന്റെ വാദം എന്താ? യൂത്ത് ലീഗ് അല്ല, അത് മാത്രമല്ല ഇവിടെ കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് ഗവർണർ നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥി പ്രതിനിധികൾ 4 പേർ. ഞാൻ പറയാം, 2 പേർ ABVP, 2 പേർ SFI. അല്ലാന്ന് വാദമുണ്ടോ? ഏതാണ് വിഭാഗം? പറയാം. മടപ്പള്ളി കോളേജ് 3ാം വർഷ വിദ്യാർത്ഥി സിയാന. അതാണ് പ്രശ്നം. ഞാൻ പറയാം
റാങ്ക് വാങ്ങുന്നത് SFI-ക്കാരാണ്. റാങ്ക് വാങ്ങുന്നത് SFI-ക്കാരാണ്. റാങ്ക് വാങ്ങി SFI-ക്കാർ ഇവിടെ സെനറ്റിലേക്ക് നിയമപരമായി വരും. യൂത്ത് ലീഗിന്റെ നേതാവ് എങ്ങനെ വന്നു? എൻ കരീം എങ്ങനെ വന്നു? എൻ കരീമിന്റെ യോഗ്യത എന്താണ്? ഇവിടെ പറ. ചർച്ച ചെയ്യുന്നത് വികസനമാണോ ചർച്ച ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റിയുടെ യോഗ്യത എന്ത്? യൂത്ത് ലീഗിന്റെ നേതാവ് യോഗ്യത എന്താ? ഷാമിനോട് ഒരു ചോദ്യം. റാങ്ക് നേടിയ വിദ്യാർത്ഥിയാണ് സ്റ്റുഡന്റ് പ്രതിയായിട്ട് തെരഞ്ഞെടുത്തത്. റാങ്ക് നേടിയ ഒരു വിദ്യാർത്ഥി കാലയളവ് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ സെനറ്റിക്ക് സെലക്ട് ചെയ്യാണ്ടോ? റാങ്ക് നേടിയിട്ടല്ല ആ രണ്ടുപേരെ തെരഞ്ഞെടുത്ത്. റാങ്ക് നേടിയിട്ട് ഒരു പ്രതിനിധിയാണെങ്കിൽ ആ വിദ്യാർത്ഥി ആയിരിക്കണം. ഒരു വിദ്യാർത്ഥി കാലയളവ് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി റാങ്ക് നേടുള്ളൂ. യൂണിവേഴ്സിറ്റിയിലേക്ക് വരൂ, സർവകലാശാല പാർലമെന്റിലേക്ക് വരൂ. യൂണിവേഴ്സിറ്റി വിടൂ. ഇനി ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം രാഹുൽ ഗാന്ധിനെ പറഞ്ഞു. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടില് രാഹുൽ ഗാന്ധിനെ ബാഡ്ജ് ഇട്ടിട്ടാണ് CPM ഭരണ ഇലക്ഷൻ നേരിട്ടാണ്. അതിനൊരു തിരിച്ചില്ല. അവിടെ ഒരു സംശയമുണ്ട്. അവിടെ നവാസ് ഖലീൽ ലീഗിൽ മത്സരിക്കുന്നത് അല്ല, നവാസ് ഖലീൽ ലീഗിൽ മത്സരിക്കും. ഒരു നിമിഷം കേൾക്കൂ. ഒരു നിമിഷം. നവാസ് ഖലീൽ ലീഗിൽ മത്സരിക്കുമ്പോ CPM പിന്തുണയില്ലേ? കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിലെ മുന്നണി വന്നു. ഉണ്ട് ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞില്ല. കൊണ്ടോട്ടി കാണുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ രാഹുൽ ഗാന്ധിയെ ഫസ്റ്റ് ഘട്ടത്തിൽ കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രം പറയാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയെ വിശ്വാസമില്ലാത്തോലെ പറയണ കേക്ക്. ബീഹാറിൽ ആരെ കൂടെയാണ് CPM എന്ന് പറയണം. 2 ആന്ധ്രാപ്രദേശിലെ പുതിയ മുന്നണിയിൽ ആരെ കൂടെയാണെന്ന് പറയണം. ഇവരൊക്കെ കോൺഗ്രസിന്റെ കൂടെയാണ്. ഒരു മറുപടി കൂടി പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ചോദ്യം UDF-ന്റെ പ്രതിനിധിനോടാണ്. വയനാടില് നിലവിലെ MP-നെ തുടരുന്നു നിങ്ങൾ താങ്കൾ പറഞ്ഞു. നിലവില് അല്ല ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ തന്നെയാണെങ്കിൽ ഇനിയിപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കുമല്ലോ. നിലവില് മലപ്പുറം മണ്ഡലം പാർലമെന്റ് മണ്ഡലത്തിൽ നിലവിലെ MP ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് അയാൾ എടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ടും മറ്റേ ആളെടുത്തിട്ട് ഇങ്ങോട്ടും ആക്കിയത്? അതിനുള്ള ഒരു മിനിറ്റ് ചോദ്യം ഫുള്ളായില്ല. ചോദ്യം മണ്ഡലം മാറിയത് എന്തുകൊണ്ടും, പിന്നെ ഈ ഇപ്പൊ നിലവിൽ സമാധാനിക്ക് വളരെ മോശപ്പെട്ട എന്തെങ്കിലും സംഗതി ഉണ്ടേനോ എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു. ഓക്കെ ആ മറുപടി ലാസ്റ്റ് പറയാം. അതിനു മുമ്പ് പെട്ടെന്ന് പ്രതികരിച്ചോ. ആരുടെ ചോദ്യം? BJP പ്രതിനിധി ശ്രീപ്രകാശനോട് ചോദിച്ചോളൂ. അങ്ങേര് ഇവിടെ പറയണ്ടായി, അദ്ദേഹം ഇവിടെ പറയണ്ടായി ന്യൂനപക്ഷങ്ങൾ പേടിക്കണ്ടെന്ന് അവര് വന്നാല്. അല്ലെങ്കിൽ അവരാർക്കാ പേടിയോടെ? നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഞാൻ പറയുന്നില്ല. ശരി മറുപടി പെട്ടെന്ന്. CPM-ന്റെ പ്രതിനിധിയോട്, CPM-ന് ഒരു MP ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്, ആരിഫ്. ന്യൂനപക്ഷ വിഷയത്തിൽ ആരിഫ് എന്താണ് ഇന്ത്യൻ പാർലമെന്റിൽ എടുത്ത നിലപാട്? ഇവിടെ ലീഗിന്റെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞു. പാർലമെന്റിനകത്ത് ഷെഡ്യൂൾ ചെയ്യാത്തത് കൊണ്ടാണ് ബില്ല് ചർച്ച ചെയ്യുമ്പോൾ പങ്കെടുക്കാൻ കഴിയാഞ്ഞത്. ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളാണ് ഇത് ഈ രാജ്യത്ത്. അത് തിരിച്ചറിയാൻ കഴിയില്ലാത്തവർ ഇവിടെ പഞ്ചായത്തിലേക്കോ പാൽസൊസൈറ്റിയിലേക്കോ പോയിക്കോട്ടെ. എനിക്ക് നമ്മളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അവിടെ ചർച്ച നടത്തുന്നത്. ഒറ്റ ചോദ്യമുള്ളൂ. നേരത്തെ നവാസ്ക അവിടെ പറഞ്ഞു മലപ്പുറം പാർലമെന്റിലെ കഴിഞ്ഞ MP വളരെയധികം നല്ല രീതിയിലാണ് പെർഫോമൻസ് കാഴ്ചവെച്ചെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം അരുൺ സാർ ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ 100% വാർഡിലെ ജനങ്ങളോട് നീതി പുലർത്തിയെന്നുണ്ടെങ്കിൽ രണ്ടാമത് ആ വോട്ടർമാരെ അടുത്തേക്ക് എന്തുകൊണ്ട് വോട്ട് ചോദിച്ചു പോയിക്കൂടാ? അങ്ങനെയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തിനു മണ്ഡലം മാറണം? എന്തിനു മണ്ഡലം മാറണം? ആ മണ്ഡലത്തിലെ വോട്ടർമാരോട് 100% നീതി പുലർത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ പിന്നെ എന്തിനാ രണ്ടാമത് വോട്ട് ചോദിച്ചു? സ്വന്തം നാട്ടിൽ വരണം, കോട്ടക്കലിൽ അബ്ദുൾ സമദ് സമദാനിക്ക് പോകണം. മണ്ഡലത്തിലെ വോട്ടർമാരോട് 100% നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ സ്വന്തം രണ്ടാമത് വോട്ട് എന്ന് ചോദിച്ച് മത്സരിച്ചൂടെ? ജയിക്കല്ലോ. സിദ്ദിഖാണ് അല്പം ടെൻഷൻ ഉണ്ടാക്കിയത് നമുക്ക്. പക്ഷെ സിദ്ദിഖ് വളരെ സഹൃദയനാണ്. UPA ഭരണകാലത്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം പറഞ്ഞുകൊണ്ട് ഡൽഹിയിലെ AK സെന്ററിൽ കയറി ഇറങ്ങിയ പാണക്കാട് ബഷീർ അലി സിയാബ് തങ്ങളും കൂട്ടരും ഈ ന്യൂനപക്ഷങ്ങൾ ഇതിന് മറുപടി ആദ്യം പറയണം. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി CPM ഒന്നും ചെയ്തില്ലാന്ന്. AK സെന്റർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം പറഞ്ഞുകൊണ്ട് ഡൽഹിയിലെ AK സെന്റർ കയറി ഇറങ്ങിയ ആൾക്കാരാണ് UPA ഭരണകാലത്ത് പാണക്കാട് ബഷീർ അലി സിയാബ് തങ്ങളും കൂട്ടരും. മറുപടി ഒറ്റ ചോദ്യം. പ്രതികളെല്ലാം തീർക്കാം. 2 ചോദ്യങ്ങൾ കൂടി മാത്രം. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്. UDF-ന്റെയും BJP-യും പ്രതിനിധിയാണ്. നമ്മൾ ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധിയാണ്.
61,000 കോടി രൂപ കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുക്കാറുണ്ട്. GST നഷ്ടപരിഹാരം, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം, ഉച്ചക്കഞ്ഞി വേതനം. ഇത് മെമ്മോറാണ്ടമായി ഡൽഹിയിൽ പ്രധാനമന്ത്രി കൊടുക്കും. അതിൽ ഒപ്പിടാത്ത UDF 18 MP ഒപ്പിട്ടിട്ടില്ല. ഇന്ത്യൻ തലസ്ഥാനത്ത് ഡൽഹിയിൽ പോയിട്ട് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ എല്ലാ MLA-മാരും മന്ത്രിമാരും സമരം ചെയ്തു. തമിഴ്നാട് മുഖ്യമന്ത്രി ഉൾപ്പെടെ, ഡൽഹി മുഖ്യമന്ത്രി ഉൾപ്പെടെ, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അതിന് ആശീർവദിച്ചു. എന്നിട്ട് പോലും ഈ MLA-മാർ എന്തെടുക്കുക, ഈ MP-മാർ എന്തെടുക്കുകയായിരുന്നു കേരള സംസ്ഥാനത്തിന്റെ വികസനം? എന്ത് ചെയ്തു? അടുത്ത ഒരു ചോദ്യം കൂടി അതിന് മറുപടി പറയണം. ചോദ്യമല്ല എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നോടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. അദ്ദേഹം ഇവിടെ മത്സരിക്കണമെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മത്സരിച്ച് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പച്ചക്കൊടി ഒപ്പം കൂട്ടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വലിയ ഇടങ്ങാറാവരുത് മുസ്ലിം ലീഗ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, MP ആയി കൊണ്ടുപോയി, ഞാൻ ടാക്സി ഡ്രൈവറാണ്, ഒരു MP-ക്ക് ഇവിടെ വരുമ്പോൾ സ്വീകരണം കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ അയാളെ തെരഞ്ഞെടുക്കും വേണ്ട, ഇവിടെ മത്സരിപ്പിക്കും വേണ്ടെന്ന് കോൺഗ്രസിനോടൊന്ന് പറയാനുണ്ട്. ഒരു പ്രതികരണം കൂടി വളരെ പെട്ടെന്ന്. ഇവിടെ BJP-യുടെ നേതാവ് സുരേന്ദ്രൻ ഒരു കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കുകയുണ്ടായി. അത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനയാണ്. കാരണം മറ്റേ CPM BJP-യെ ക്രൂശിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ CPM അടുത്ത വർഷവും പറഞ്ഞു അത് പള്ളിപ്പറമ്പിൽ കുടിയിരുത്തിയ രാമനാണ് എന്നുള്ളത്. അത് മറ്റേ ഭൂരിപക്ഷ സമുദായത്തെ വളരെ വേദനിപ്പിക്കുന്നുണ്ടെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ആകെ ഒരു ആശ്വാസം കിട്ടിയെന്ന് അറിയോ? മുസ്ലിം ലീഗിൻ്റെ പ്രസ്താവന, ബാബരി പള്ളി പൊളിച്ച് രാമക്ഷേത്രം ഉണ്ടാക്കിയത് നമ്മുടെ മതേതരത്വം കാക്കാനാണെന്നുള്ള പാണക്കാട് തങ്ങളുടെ പ്രസ്താവന നമുക്ക് വളരെ ആവേശകരമാണ്. അത് നമുക്ക് കേരളത്തിനകത്ത് മത്സരിക്കാനുള്ള അതല്ലല്ലോ എരുതിയിലാണ് വയ്ക്കില്ലല്ലോ. അത് എത്ര കാലം മുന്നേ 500 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആരാധന ഉണ്ടായിരുന്നുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം. അത് പൊളിച്ചിട്ട് അവർ രാമക്ഷേത്രം ഉണ്ടാക്കുന്നത്. ഇവിടെ ആരും അതിന് അംഗീകരിക്കുന്നില്ല. പക്ഷേ പാണക്കാട് തങ്ങന്മാരും ലീഗും മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. BJP-ക്ക് പരാതിയിരിക്കുക. എന്തുകൊണ്ട് എന്നുള്ളത് ഇവർക്ക് പരിമിതികളുണ്ട്. കാരണം എന്താ, ഇവർക്ക് ഭരണം ഉണ്ടാവുന്ന എല്ലാ കാലങ്ങളിലും നല്ല അഴിമതികളും കച്ചവടങ്ങളും നടത്തി നല്ല സാമ്പത്തികമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവർ അതിനെതിരെ എന്തെങ്കിലും RSS-നെതിരെ എന്തെങ്കിലും ശബ്ദിച്ചാൽ ED വരും. ആ ഭയം, അതുകൊണ്ടാണ് ഇവർ ഡൽഹിയിലേക്ക് ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സമരത്തിന് വിളിച്ചപ്പോൾ ഇവർക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പോ നവാസിൽ തുടങ്ങാം. ഓരോ മിനിറ്റും ഇത് സമയം വളരെ കുറവാണെങ്കിലും 6 ചോദ്യങ്ങൾ എന്നോട് പറയാൻ മിനിമം ഒരു 3 മിനിറ്റെങ്കിലും സമയം അനുവദിക്കണം. ഒന്ന്, ആദ്യത്തെ ഒരു ചോദ്യത്തോട് പ്രതികരിക്കാം. ED വരുമെന്നല്ല SFIO വരുമെന്നുള്ള പുതിയ ട്രെൻഡ്, അതൊന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ചോദിച്ചത്, ഡൽഹിയിലേക്ക് MP-മാർ പോയിട്ട് ഡൽഹിയിലേക്ക് കേരളത്തിൽ പോയിട്ട് സമരം ചെയ്തിട്ട് എന്ത് ചെയ്തില്ല എന്നാണ്. ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് നിങ്ങളുടെ സമരത്തോട്. ഇവർ കർണാടകത്തെ ഉദാഹരണം പറയാം. കർണാടകയിൽ സ്ത്രീകൾക്ക് KSRTC-യിൽ യാത്ര സൗജന്യമാണെന്ന്, കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി ചാർജ് ആദ്യത്തെ ഗഡു സൗജന്യമാണെന്ന്, റേഷൻ ഷോപ്പുകൾ സാധനമുണ്ട്, ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ, ഞാൻ പറയാം, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ 1956 മുതൽ 2016 വരെ കമ്മ്യൂണിസ്റ്റുകാരനും ലീഗുകാരനും കോൺഗ്രസ്സുകാരനും CPI-കാരനും ഒക്കെ ഭരിച്ച കേരളത്തിന്റെ കടമെന്ന് പറയുന്നത് 1.75 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ പിണറായി വിജയൻ 8 വർഷം ഭരിച്ചപ്പോൾ 2.75 ലക്ഷം കോടി രൂപയാണ് കടം. നിങ്ങൾ പറ, എന്ത് വികസനം? ഒരു പുതിയ മെട്രോ ഉണ്ടോ? ഒരു പുതിയ സർവകലാശാല ഉണ്ടോ? ഒരു പുതിയ കോളേജ് ഉണ്ടോ? ഒരു പുതിയ ബിഗ് പ്രൊജക്ട് ഉണ്ടോ? നിങ്ങൾ പറ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയപരിധി ഒറ്റ കാര്യം ഞാൻ പറയാം. ഇനി മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് വോട്ട് ചെയ്യാൻ E.T. മുഹമ്മദ് ബഷീറിന്റെ യോഗ്യത എന്താണ്? E.T. മുഹമ്മദ് ബഷീറിന്റെ യോഗ്യത എന്താണെന്ന് ചോദ്യമാണെങ്കിൽ ഒരു 15 സെക്കൻഡോട് ഞാൻ ഉത്തരം പറയുന്നു. ഇന്ത്യയുടെ പാർലമെന്റിൽ NRC CAA കൊണ്ടുവരുമ്പോ, അത് പാർലമെന്റ് പാസ്സാക്കുമ്പോ, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും മർദ്ദിത ജനവിഭാഗവും ജനാധിപത്യ വിശ്വാസികളും പ്രതീക്ഷിച്ചു നിൽക്കുമ്പോ ഇന്ത്യയുടെ നീതിപീഠത്തിൽ ഒരു കേസ് വന്നു. ആ കേസിൽ ഒപ്പിട്ട കോടതി വ്യവഹാരം നടക്കുമ്പോൾ അതിൽ ഒപ്പിട്ട രണ്ടാമത്തെ വ്യക്തിയുടെ പേര് E.T. മുഹമ്മദ് ബഷീർ എന്നാണ്. ആ ഒരൊറ്റ ക്വാളിറ്റി മതി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകാൻ. സമയം അനുവദിക്കുമെങ്കിൽ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കണം. ശ്യാം, ഇവിടെ നവാസ് ഇവിടെ കൃത്യമായ മറുപടികൾ ഇവിടെ പറയുന്നില്ല. ഇവിടെ പ്രസക്തമായ ചോദ്യങ്ങൾ വന്നു. പ്രസക്തമായ ചോദ്യങ്ങൾക്ക് മറുപടിയേ ഇല്ല. ഇവിടെ ഗ്യാൻവാബി അമ്പലം, അവിടെ പള്ളി പൊളിച്ച് അമ്പലം പണിയാൻ ലീഗിന്റെ അഖിലേന്ത്യാ നേതൃത്വം തയ്യാറാകുമോ? അതിനെ അംഗീകരിക്കുമോ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അവിടെ സംഭവിച്ചല്ലോ. ഇവിടെ ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ അമ്പലം പണിതു അല്ലേ? അതാണല്ലോ ഉണ്ടായത്. ഇവിടെ ചർച്ച ചെയ്തത് അതിനെ സംബന്ധിച്ച് ലീഗിന്റെ നിലപാട് എന്താ പറഞ്ഞത്? കൃത്യമായി പറയട്ടെ. എന്താണ് അതിന്റെ നിലപാട്? ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് 1992 ബാബരി തകർക്കുന്നത് വരെ വിളിച്ചിട്ടില്ല പുതിയ തലമുറ ബാബരി എന്ന് വിളിക്കാൻ പഠിച്ചത്. നിങ്ങളുടെ ചില നേതാക്കളുടെ മുട്ടുപറയ്ക്കും.
നിറയ്ക്കും. അതാണ് പ്രശ്നം. RSSനെ എതിരിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇവിടെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എന്താ? മറ്റൊരു കാര്യം എന്താണ്? ഇവിടെ ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയോ? RSS ഉയർത്തുന്ന ഫാസിസത്തെ നിങ്ങൾക്ക് ഒരു കാരണവശാലും പ്രതിരോധിക്കാൻ നിങ്ങളുടെ നേതൃത്വത്തിലെ ചില ആളുകൾക്ക് കഴിയില്ല. കാരണം ED വരും, പല അന്വേഷണ പറഞ്ഞത് അത് ഹിന്ദു ക്ഷേത്രമാണ്, ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ് എന്ന് പറഞ്ഞാണ് അതുപോലെ തന്നെ അരിക്ക് പണം ചോദിച്ചത് പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. പ്രളയകാലത്ത് കേരളത്തിന് നൽകിയ രാജ്യത്ത് ഇത്രയും വലിയ വികസനം, ഈ രാജ്യത്ത് ഈ കേരളത്തിൽ ഏറ്റവും വലിയ വികസനം, ഈ റോഡുകൾ ആര് കിട്ടിയതാണ്? ഇവിടെ വരുന്ന ഹൈവേകൾ, ഈ ഹൈവേയുടെ പണി നടത്തുന്ന ആരാണ്? അതൊക്കെ BJP ഗവൺമെന്റ് ആണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഈ രാജ്യത്ത് കൊടുക്കേണ്ട എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കൂക്കി തോൽപ്പിക്കാമെന്നല്ലാതെ കാര്യത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല. ഇത് പറയാം. ഈ ദേശീയപാതക്കെതിരെ സമരം നടത്തുന്നവരാ ബിജെപിയുടെ പ്രതിനിധിയോടാണ്. ദേശീയപാതക്കെതിരെ സമരം നടത്തിയവരാ. ദേശീയപാതക്കെതിരെ സമരം നടത്തിയത് ഈ പറയുന്ന ലീഗും ഈ പറയുന്ന BJPയും ഒരുമിച്ചാണ് ഇവിടെ സമരം നടത്തിയത്. ഇവിടെ തലശ്ശേരി ബൈപ്പാസിനെതിരെ സമരം നടത്തിയവരാ. ഇവിടെ ലീഗും BJPയും ഒരുമിച്ചാണ് സമരം നടത്തിയത്. BJPയും നരേന്ദ്രമോദി അത് കേരളത്തിലും UDFും BJPയും കളത്തിലിറങ്ങുമ്പോൾ അത് ET മുഹമ്മദ് ബഷീറിന് അനുഗുണമായി തീരുമോ, അതല്ല V വസീഫിന് അനുഗുണമായി തീരുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരത്തിന് വോട്ട് എണ്ണുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. മലപ്പുറത്ത് മഹാഭാരത യുദ്ധം പൊടിപാറുമെന്നുറപ്പാണ്. ആവേശം കൊടുമുടിയോളം എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് കാണാം. നേരിട്ടുള്ള മഹാഭാരത യുദ്ധത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഇരു മുന്നണികളും സജീവമാണ്. കുരുക്ഷേത്രം നാളെ പൊന്നാനിയിൽ നിന്നാണ് വൈകുന്നേരം 6:30 പ്രേക്ഷകർക്കൊപ്പം ചേരുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. പടയോട്ടം നിർണായകമാണ്. കുരുക്ഷേത്രത്തിന്റെ ചർച്ചയും തുടരും 6:30 മുതൽ നാളെ പൊന്നാനിയിൽ നിന്നും. ഗുഡ് നൈറ്റ്.